ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഞാനൊരു തെങ്ങിൻ തൈ നട്ടിരുന്നല്ലോ. അതിങ്ങനെ ഗ്രോത്തായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. അപ്പം നമ്മളിതിന് നൈട്രജൻ കണ്ടൻറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഫെർട്ടിലൈസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നൈട്രജൻ കണ്ടൻറ്റാണ് ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ ചാണകപ്പൊടിക്ക് വരെ ഞാൻ പയർ വിത്തായിരുന്നു പാകിയിരുന്നത്. അതെല്ലാം മുളച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഗ്രോത്തായി കഴിഞ്ഞ ശേഷം നമ്മളടുത്ത് നടപടി ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് തെങ്ങിൻ്റെ ചുവട്ടി റൗണ്ടായിട്ടായിരുന്നു പാകി കൊടുക്കേണ്ടത്. അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ്, അത്രയും കൂടെ നൈട്രജൻ കണ്ടൻറ്റ് തെങ്ങിന് കിട്ടുകയും ചെയ്തേനെ. പക്ഷേ ഞാനൊരു സൈഡിൽ മാത്രമേ അതങ്ങനെ പാകിയുള്ളത്. എന്താണെന്നറിയാവോ, ഞാൻ എൻ്റെ വാഹനം ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഷെയ്ഡിലാണ്, ഒരു സൈഡിലാണ് കൊണ്ടുപോയി. നമ്മുടെ പന്തലൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടി നനയാതിരിക്കാൻ വേണ്ടി സൈഡിൽ കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് വണ്ടി ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇവിടെ ഇട്ട് തിരിച്ച് വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെയൊക്കെ ഗ്യാപ്പ് കുറവായതുകൊണ്ട് വണ്ടി കൊണ്ടുപോകാനും ഒന്നുള്ളൊരു സ്പേസ് കുറവാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഈ ചെടികളെല്ലാം, ഈ പയർ തൈകൾ ഗ്രോത്തായി കഴിഞ്ഞ് നമ്മളിത് പിഴുത് തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് മൂടും. അതിനുശേഷം മാത്രമേ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കത്തുള്ളൂ. ഞാൻ ഓർഗാനിക് മാത്രമേ ചെയ്യത്തുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ.